ഹായ്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ സിമ്പിളായിട്ടൊരു വെറൈറ്റി ഒരു സിമ്പിളുമാണ് ഒരു റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് കുറച്ച് ചക്കക്കുരു ഉപ്പേരി അല്ലെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി എന്ന് കേട്ടിട്ടില്ലേ? അത് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി. നമുക്കിത് പുറമേ ഉള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി. ഇതിൻ്റെ അകത്ത് ചുമന്ന തൊലി ഉണ്ടല്ലോ, അത് കളയരുത്. അത് ക്യാൻസറിൻ്റെ കോശങ്ങളെയൊക്കെ ശരീരത്തിൽ ഇല്ലാതെയാക്കുന്ന ഒരു മരുന്നാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പുറമേ ഉള്ള തൊലി മാത്രമേ കളയാറുള്ളൂ. അങ്ങനെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തതാണ് ഇത്. അങ്ങനെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മെഴുക്ക് പുരട്ടിക്ക് പാകത്തിന് അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. ഇനി മെഴുക്ക് പുരട്ടി വയ്ക്കാം. ഇതിൻ്റെ നെകക്കെ വെള്ളം ഒഴിച്ച് അടുപ്പേ വയ്ക്കണം. ഇതൊന്ന് വേകണം. വെന്തിട്ട് ഇത് ഒന്നിൽ വെള്ളം വറ്റിച്ച് കളയുമോ, അതല്ല വെള്ളത്തിൽ നിന്ന് ഇത് കോരിയെടുക്കുകയോ ചെയ്യാം. വേവാകാറാകുമ്പോഴേ ഉപ്പിടാവൂ. ഇതിനായിട്ട് ഫാൻ അടുപ്പേ വെച്ച് സ്റ്റൗ കത്തിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്നു. ഇത് വരിക്കച്ചക്കയുടെ കുരുവാണ്. ഇനി ഇതിന് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് വേകുന്ന, ചൂടായപ്പോൾ തന്നെ കണ്ടില്ലേ, എൻ്റെ കളർ കണ്ടില്ലേ വ്യത്യാസം വന്നേക്കുന്നത് വെള്ളത്തിൻ്റെ. അത് പെട്ടെന്ന് വേകുന്നതായതുകൊണ്ടാണ് അങ്ങനെ. ഇതുപോലെ വെള്ളം കിടന്നാൽ മതി. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കാം. ഇത് നല്ലപോലെ തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടി അടച്ചു വയ്ക്കാം. ഒന്ന് വേകട്ടെ. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് പാകത്തിന് വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം. ഒന്ന് ചൂടായതിന് ശേഷം ഈ വറ്റൽമുളക് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളിയും മുളകും കൂടി ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുന്ന ഒരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല മണമാണ് വരുന്നത്. മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം.
നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇടയ്ക്ക് ഇതിലൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതിയല്ലോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് ഇത് കാണുന്നവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് നല്ലൊരു ഡിഷാണിത്, സൈഡ് ഡിഷ്. ഇതിൻ്റെ ഈ പുറത്തെ തൊലി, ചുമന്ന തൊലി ഇരുന്ന് കഴിഞ്ഞാൽ ഗ്യാസിനും പ്രശ്നം ഉണ്ടാവില്ല ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാമേ. ഓക്കെ, ബൈ.